നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ മരിച്ച കൊല്ലം പന്മനയിലെ വേണുവിൻ്റെ ഭാര്യ സിന്ധു പറയുന്നു. ആരോപണം തെളിയിക്കുന്ന രേഖകളുമായി നാളെ ഹാജരാകാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ആവശ്യപ്പെട്ടു. എന്നാൽ ചടങ്ങുകൾ പൂർത്തിയാകാതെ ഈ അവസ്ഥയിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് വിളിച്ച രീതി ശരിയായില്ലെന്നും സിന്ധു 24-നോട് പറഞ്ഞു. അവരുടെ ആദ്യത്തെ ഒരു ഇത് വന്നപ്പോൾ അവരുടെ ഭാഗത്ത് ഒരു കുഴപ്പമില്ല, വേണുവിൻ്റെ ഭാഗത്താണ് കുഴപ്പം എന്ന് കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയത് തെറ്റാണ്, വേണുവിന് ഹാർട്ട് അറ്റാക്ക് വന്നത് തെറ്റാണ്, ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി തെളിവ് കൈമാറാൻ വേണുവിന്റെ ഭാര്യ സിന്ധുവിന് സന്ദേശം ലഭിക്കുന്നത്. ചികിത്സ വൈകിപ്പിച്ചെന്ന പരാതിക്ക് രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശം. ചികിത്സ വൈകിപ്പിച്ചതിന് എന്ത് രേഖ ഹാജരാക്കണമെന്ന ചോദ്യമാണ് സിന്ധു ചോദിക്കുന്നത്. ഈ അവസ്ഥയിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച രീതിയും ശരിയായില്ല. എനിക്കാണ് നഷ്ടം സംഭവിച്ചത്. അങ്ങനെ ആകുമ്പോൾ അവർ ഇങ്ങോട്ടാണ് വന്ന് അന്വേഷിക്കേണ്ടത് എന്താണ് നഷ്ടം എന്നുള്ളത്. ഇപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന് മൊഴി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ അവരുടെ കയ്യും കാലും പിടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ മാനസികാവസ്ഥയിൽ അവിടെ പോയി മൊഴി കൊടുക്കാനും പറ്റുന്ന അവസ്ഥയിലല്ല. എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണു കുറ്റവാളിയല്ലെന്നും അതിനാൽ അവിടെ പോയി മൊഴി കൊടുക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് കുടുംബം. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.